മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. അഭിനയ ശരീരത്തിലേക്ക് ചാത്തനെയും പോറ്റിയെയും ആവാഹിച്ച മമ്മൂട്ടി 2024 മികച്ച നടൻ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽനിര ടീമിന് അഭിനന്ദനങ്ങൾ. മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കിട്ടാത്തവർക്ക് അങ്ങനെ ഇപ്പോൾ പ്രതീക്ഷിച്ചിട്ടല്ലോ ചെയ്യുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. താങ്ക് യു. നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയിലൂടെ കരസ്ഥമാക്കി ഷംല ഹംസ. ഒരുപാട് സന്തോഷം തോന്നുന്നു. എങ്ങനെയാണ് ഈ സന്തോഷം ആസ്വദിക്കേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണിപ്പോൾ. എൻ്റെ ഫാമിലിനോടാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നന്ദി പറയാനുള്ളത്. മഞ്ഞുമൽ ബോയ്സ് മികച്ച സിനിമ. സംവിധായകൻ ചിദംബരം. അവാർഡ് ജേതാക്കളുടെ പട്ടിക ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് മലയാളം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി മഞ്ഞുമൽ ബോയ്സ്. കിട്ടിയത് 10 അവാർഡുകൾ. മികച്ച സ്വഭാവ നടന്മാരായി സൗബിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതനും. വളരെയധികം സന്തോഷം. കാരണം ഞങ്ങൾ അത്രയധികം വർക്ക് ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക ഒരു സന്തോഷം ഇതിങ്ങനെ അവാർഡിലൂടെ അത് കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും അത് പറഞ്ഞറിയാൻ തീരാത്തതാണ്. അത്രയധികം സന്തോഷമുണ്ട്. ടി വിയിൽ കണ്ടപ്പോൾ തന്നെ ഓരോ അവാർഡ്സിനും ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മഞ്ഞൾ പേരൊക്കെ വളരെയധികം സന്തോഷം തോന്നി. ഇത്ര പ്രതീക്ഷിച്ചില്ല. മികച്ച സ്വഭാവ നടി ലിജോ മോൾ ജോസ്. സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം. KS ഹരിശങ്കർ ഗായകനും സെബ ടോമി ഗായികയും. ഇതിനു മുമ്പ് ഞാൻ എന്താ പറയുക എക്സ്പെക്ട് ചെയ്ത കുറച്ച് പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ അതിൽ കുഴപ്പമില്ല, നമുക്ക് എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ആൻഡ് ഈ ഒരു സോങ് തീർച്ചയായിട്ടും വളരെ സന്തോഷം എനിക്കത് പാടാൻ സാധിച്ചതിൽ. കിളിയെന്ന് പറഞ്ഞ പാട്ട് അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശങ്ങൾ കരസ്ഥമാക്കി പ്രമുഖ താരങ്ങൾ. ARMലൂടെ ടൊവിനോ തോമസിനും കിഷ്കിന്ദ കാണ്ഡത്തിലൂടെ ആസിഫ് അലിക്കും ജൂറി പരാമർശം. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടുക എന്നുള്ളതും മുന്നോട്ടുള്ള പോക്കിന് വലിയൊരു ധൈര്യം തരുന്നത് കൂടിയാണിത്. പാരഡൈസിലൂടെ ദർശന രാജേന്ദ്രനും ബോഗൈൻ വില്ലയിലൂടെ ജ്യോതിർമയിക്കും പ്രത്യേക ജൂറി പരാമർശം. നാളിന് ശേഷം എനിക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ അവസരം കിട്ടി. അതിൽ ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ബോണസ് തന്നെയാണ്, ഒരു വലിയൊരു അംഗീകാരമാണ്. എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. അവാർഡ് കിട്ടിയ മമ്മൂക്കയ്ക്കും ഷംല ഹംസ, അതുപോലെ അതിനകത്ത് നോമിനേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. എല്ലാവരും നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സന്തോഷം. ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഫാസിൽ മുഹമ്മദ് മികച്ച നവാഗത സംവിധായകൻ. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന പാട്ടിലൂടെ വേടൻ മികച്ച ഗാനരചയിതാവ്. പിടിച്ചതെല്ലാം പുലിവാലിടാ, കാണ്ടാമൃഗത്തിന്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ. മികച്ച ജനപ്രിയ സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രേമലു. തുടർച്ചയായ വർഷങ്ങളിലെ ദേശീയ ചലച്ചിത്ര ജൂറി അവഗണനയിൽ മമ്മൂട്ടിയെ പിന്തുണച്ച് സംസ്ഥാന ജൂറി ചെയർമാൻ പ്രകാശ് രാജ്. അവരൊന്നും മമ്മൂട്ടിയെ അർഹിക്കുന്നില്ലെന്ന് കുറിക്കുകൊള്ളുന്ന മറുപടി. But still, when you look at the performing levels of these things and Mammuka's sheer presence and the nuances, he did not act, the sort of nuances he brings in is very, I'm very jealous of him. മലയാളത്തിൽ യുവനില വളർന്നു വരുന്നത് മമ്മൂട്ടി മോഹൻലാലും പോലുള്ള കുലപതികൾ ഉള്ളതുകൊണ്ടെന്നും പ്രകാശ് രാജ്. വർക്കലയിൽ ട്രെയിനിൽ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടുന്നില്ലെന്ന് കുടുംബം. മെഡിക്കൽ ബോർഡ് ചേരട്ടെ എന്ന് പറഞ്ഞ് ചികിത്സ വൈകിപ്പിച്ചെന്നും പരാതി. എനിക്ക് എൻ്റെ കൊച്ചിനെ ജീവനോടെ വേണം. അതിന് എന്ത് അവർ ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ കൊച്ചിനെ ജീവനോടെ വേണം. എനിക്ക് ആകെ ഒന്നേ ഉള്ളൂ. എനിക്കൊരു വളർന്നുമില്ല. ഒരു മോനും ഒരു മോളും മാത്രമേ ഉള്ളൂ.
വർക്കലയിൽ 19-കാരിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി താഴെയിട്ട പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസ്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ചവിട്ടിയെന്ന് FIR. മാറി നിൽക്കാൻ പറഞ്ഞിട്ട് കൂട്ടാക്കാത്തത് പ്രകോപനമെന്ന് പ്രതിയുടെ കുറ്റസമ്മത മൊഴി. പെൺകുട്ടി നേരിട്ടത് സൗമ്യ നേരിട്ടതിന് സമാനമായ ക്രൂരതയെന്ന് സൗമ്യയുടെ അമ്മ സുമതി. ഇതിന് സുരക്ഷിതം അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഇനിയൊരു സൗമ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ 15 കൊല്ലമായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ അനൌദ്യോഗിക പ്രചരണം ആരംഭിച്ച് കോൺഗ്രസ്. ഒരു മുഴം മുന്നിൽ. പാർട്ടി എന്തേൽപ്പിച്ചാലും ഏറ്റെടുത്ത് ചെയ്യുമെന്ന മേയർ സ്ഥാനാർത്ഥി KS ശബരീനാഥൻ. K മുരളീധരന്റെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ യാത്രയ്ക്ക് തുടക്കം. കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ. കുടുംബാധിപത്യത്തിന്റെ പേരിൽ നെഹ്റു കുടുംബത്തെ വിമർശിച്ച് ലേഖനം. നെഹ്റു കുടുംബത്തിന്റെ സ്വാധീനം മറ്റു പാർട്ടികളിലേക്കും പടർന്നു. പരിചയത്തേക്കാൾ പ്രാധാന്യം പാരമ്പര്യത്തിന് നൽകുന്ന രീതി ശരിയല്ലെന്നും തരൂർ. EP ജയരാജന്റെ ആത്മകഥ T പത്മനാഭന് നൽകി പ്രകാശനം ചെയ്ത മുഖ്യമന്ത്രി. പലവിധ ദുരാരോപണങ്ങൾ നേരിട്ട നേതാവാണ് EP എന്ന് പിണറായി വിജയൻ. കാലത്തിനനുസരിച്ച് മാറണമെന്ന് പറഞ്ഞപ്പോൾ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് പറഞ്ഞ് കളിയാക്കി. എല്ലാത്തിനെയും ജയരാജൻ അതിജീവിച്ചുവെന്നും പിണറായി. മൂന്നാറിൽ ടാക്സി ഡ്രൈവർമാർ മുംബൈ സ്വദേശിനിയെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയതിൽ 2 പേർ അറസ്റ്റിൽ. ഭീഷണി മുഴക്കിയത് തങ്ങളുടെ വാഹനം വിളിച്ചില്ലെങ്കിൽ പോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് പരാതി വന്നിട്ടും ഇടപെടാത്ത ASIക്കും ഗ്രേഡ് SIക്കും സസ്പെൻഷൻ. ശബരിമല കട്ടിളപ്പാളി മോഷണക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിൽ. പോറ്റിയെ ഒരാഴ്ചത്തെ കസ്റ്റഡിയിൽ വിട്ട് റാന്നി കോടതി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. മൊഴിയെടുത്തത് SP ശശിധരന്റെ നേതൃത്വത്തിൽ. മെസ്സി വരാത്തതിന് പരിഹാസം ശക്തമായിരിക്കെ മാർച്ചിൽ അർജന്റീൻ ടീം വീണ്ടും വരുമെന്ന് പ്രഖ്യാപിച്ച് കായിക മന്ത്രി. മത്സരം മാർച്ചിൽ നടക്കുമെന്ന് അർജന്റീനിയൻ ടീം അറിയിച്ചെന്ന് V അബ്ദുറഹ്മാന്റെ അവകാശവാദം. മറ്റു വിവരങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നും മന്ത്രിയുടെ അവകാശവാദം. തൃശൂർ കുന്നംകുളം പോലീസ് നടത്തിയ തേർവാഴ്ചയുടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. CPIM പ്രവർത്തകരെ തല്ലിയതിന് ആരോപണ വിധേയരായ പോലീസ് വഴിയരികിൽ നിന്ന മറ്റു യുവാക്കളെയും തല്ലി. മർദ്ദനമേറ്റത് കുന്നംകുളം സ്വദേശി ജിൻസിന്. കൂടുതൽ ദൃശ്യം പുറത്തുവരുന്നത് CPIM പ്രത്യക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ. ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. വയനാട് ഉരുൾ ദുരന്ത ബാധിതർക്കുള്ള ഭക്ഷ്യ കൂപ്പൺ വിതരണത്തിൽ വൻ പ്രതിസന്ധി. 1000 രൂപയുടെ കൂപ്പൺ മുടങ്ങിയിട്ട് 3 മാസം. കണ്ണീരോടെ ദുരന്ത ബാധിതർ. ഞങ്ങൾക്ക് ഇനി ജീവിക്കണം എന്നില്ല, ഞങ്ങൾക്ക് മരിച്ചാൽ മതി. അത്രയും ഞങ്ങൾ വിഷമത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരാ, ഒന്നുമില്ല, ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട. കൂപ്പണുകൾ മുടങ്ങിയത് മെന്റർമാരെ മാറ്റിയതോടെ എന്ന് വിശദീകരണം. തിരുവനന്തപുരം ലോ കോളേജിൽ പീഡനക്കേസ് പ്രതിയെ പഠിപ്പിക്കുന്നതിനെതിരെ SFI KSU സംയുക്ത പ്രതിഷേധം. 1-ാം വർഷ പ്രതി സജിയെ തടഞ്ഞുവെച്ച വിദ്യാർത്ഥികൾ. പെൺകുട്ടികൾക്ക് സജി മോശം സന്ദേശം അയക്കുന്നുവെന്നും പരാതി. സജിയെ സസ്പെൻഡ് ചെയ്ത് കോളേജ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ പ്രേംകുമാറിന്റെ പരാതികൾ തള്ളി മന്ത്രി സജി ചെറിയാൻ. സ്ഥാനമാറ്റം സ്വാഭാവികം. റസൂൽ പൂക്കുട്ടിയെ പകരം നിയമിച്ചത് കാലാവധി കഴിഞ്ഞതുകൊണ്ട്. പൂക്കുട്ടി സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിനെക്കുറിച്ച് അറിയിക്കേണ്ടത് അക്കാദമി. ആശാസമരത്തെക്കുറിച്ച് പ്രേംകുമാർ പറഞ്ഞത് അറിയില്ലെന്നും മന്ത്രി സജി. കൊല്ലം ഏരൂരിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വളർത്തുനായ ചത്തു. പൊട്ടിത്തെറിച്ചത് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് നായ കടിച്ചുകൊണ്ടുവന്ന വസ്തു. അന്വേഷണം ആരംഭിച്ചു പോലീസ്. തൃശൂർ കുതിരാനിലിറങ്ങിയ കാട്ടുകൊമ്പനെ പൂട്ടാൻ വനംവകുപ്പ്. ആനയെ ജനവാസ മേഖലയിൽ നിന്ന് നീക്കാൻ വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിക്കും. പരാജയപ്പെട്ടാൽ മയക്കുവെടിവെച്ച് ആനയെ പിടികൂടും. സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിച്ച് വനം മന്ത്രി.
ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ വിരുദ്ധ ബോർഡുകൾക്കെതിരെ ആഞ്ഞടിച്ച് സിറോ മലബാർ സഭ. തീവ്ര ഹിന്ദുത്വ വർഗീയതയുടെ പുത്തൻ രഥയാത്ര എന്ന പ്രസ്താവന. ബോർഡ് അംഗീകരിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സഭ. പാസ്റ്റർമാർക്കും പരിവർത്തിത ക്രൈസ്തവർക്കും പ്രവേശനമില്ലെന്ന് ഗ്രാമങ്ങളിൽ ബോർഡ്. ആദ്യഘട്ട പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ ബീഹാറിൽ പരസ്പരം കടന്നാക്രമിച്ച മഹാസഖ്യവും NDAയും. സംസ്ഥാനത്തെ നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് രക്ഷിക്കുമെന്ന് മോദിയുടെ വരവ് വിരുന്നുകാരനെ പോലെയെന്ന് മല്ലികാർജുൻ ഖർഗെ. കേന്ദ്രം മിനിസ്ട്രി ഓഫ് ഇൻസൾട്ട് മന്ത്രാലയം ഉടൻ തുടങ്ങണമെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പരിഹാസം. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി സ്വമേധയെ എടുത്ത കേസിൽ ഇടക്കാല വിധി വെള്ളിയാഴ്ച. കേരളത്തിനായി ചീഫ് സെക്രട്ടറിക്ക് പകരം ഹാജരായത് തദ്ദേശ സെക്രട്ടറി ജയതിലകിന് കോടതിയുടെ ഇളവ്. സത്യവാങ്മൂലം നൽകാത്ത ചീഫ് സെക്രട്ടറിമാർ വീണ്ടും നേരിട്ടെത്തണം. കൊൽക്കത്തയിൽ വീണ്ടും കൂട്ടബലാത്സംഗം. ഡംഡം പ്രദേശത്ത് ട്യൂഷന് പോയ 7ാം ക്ലാസ്സുകാരിയെ ക്രൂര പീഡനത്തിന് ഇരയാക്കി. 3 പ്രതികൾ അറസ്റ്റിൽ. തമിഴ്നാട് കോയമ്പത്തൂരിൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം. ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ വിവാഹ സൽക്കാരത്തിനിടെ ചിക്കൻ ഫ്രൈക്കായി കൂട്ടത്തല്ല്. വധൂവരന്മാരുടെ കുടുംബാംഗങ്ങൾ ഏറ്റുമുട്ടിയത് ചിക്കൻ ഫ്രൈയുടെ അളവ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് തർക്കം തീർക്കാൻ കൂടുതൽ ചിക്കൻ ഫ്രൈ എത്തിച്ചു. 15 പേർക്ക് പരിക്ക്. നാൽപ്പത്തിയഞ്ച് പലസ്തീനി തടവുകാരുടെ മൃതദേഹങ്ങൾ കൈമാറി ഇസ്രായേൽ. മൃതശരീരങ്ങൾ ഗാസ അൽ നസർ ആശുപത്രിയിൽ എത്തിച്ചു. ഇസ്രായേൽ നടപടി ഹമാസ് 3 സൈനികരുടെ മൃതദേഹങ്ങൾ കൈമാറിയതിന് പിന്നാലെ. അഫ്ഗാനിസ്ഥാനെ നടുക്കി വീണ്ടും വൻ ഭൂചലനം. 20 പേർക്ക് ദാരുണാന്ത്യം. 320ഓളം പേർക്ക് പരിക്ക്. നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാട്. തജിക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും പ്രകമ്പനം. പാകിസ്ഥാൻ ആണവായുധ പരീക്ഷണങ്ങൾ സജീവമായി നടത്തുന്ന രാജ്യമെന്ന് ഡൊണാൾഡ് ട്രംപ്. റഷ്യയും ചൈനയും ആരോടും പറയാതെ പരീക്ഷണം തുടരുന്നു. അമേരിക്കയ്ക്കും ഇത്തരം നീക്കം അനിവാര്യം. പരാമർശം അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്ന വാർത്തയ്ക്കിടെ. റഷ്യ യുക്രൈൻ യുദ്ധം രൂക്ഷമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈന് ടൊമോഹോക്ക് മിസൈലുകൾ ഇപ്പോൾ കൈമാറില്ല. ആയുധ കൈമാറ്റത്തിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി റഷ്യ. നെറ്റ്ഫ്ലിക്സ് സീരീസ് സ്ട്രേഞ്ചർ തിങ്സിന്റെ സെറ്റിൽ വെച്ച് അപമാനം നേരിട്ടെന്ന് നടി മില്ലി ബോബി ബ്രൗൺ. ആരോപണം സഹതാരം ഡേവിഡ് ഹാർബറിനെതിരെ. മോശം അനുഭവമുണ്ടായെന്ന പരാതിയിൽ അന്വേഷണം തുടങ്ങി. പ്രതികരിക്കാതെ പ്രൊഡക്ഷൻ ഹൗസ്. വനിതാ ഏകദിനത്തിലെ ലോക കിരീട നേട്ടത്തോടെ ഇതിഹാസങ്ങൾക്കൊപ്പം ഇരിപ്പിടമുറപ്പിച്ച് ഹർമൻപ്രീത് കൗർ. ലോകകപ്പ് നേടുന്ന 4ാമത്തെ ക്യാപ്റ്റനായി ഹർമൻ. കിരീടം രാജ്യത്തിനായി സമർപ്പിക്കുന്നുവെന്ന താരം. 51 കോടി പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI.